ഈ പറഞ്ഞ കടകംപള്ളിക്കെതിരായ കടകംപള്ളി കൊടുത്ത മാനനഷ്ട കേസ്? അയ്യോ, കടകംപള്ളി കൊടുത്ത മാനനഷ്ട കേസിൽ 20ഓളം രേഖകൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിട്ടുണ്ടെന്നേ. 2 പ്രാവശ്യം കടകംപള്ളിയുടെ വക്കീല് സമയം ചോദിച്ചു, ഒരു പ്രാവശ്യം ഹാജരായിട്ടില്ല. ഇനിയും പിന്നെ ഇദ്ദേഹം ഒരു അഭിഭാഷകനാണല്ലോ. കടകംപള്ളിയുടെ ഈ മാനനഷ്ട കേസിൽ എന്റെ മാനനഷ്ടം സംഭവിച്ചു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാ? അല്ല പച്ച കള്ളമൊന്നുമല്ല. ഞാൻ ഇനി വേറെ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്മൃതി? അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിക്കുന്നില്ല എന്നാ. എന്താ സംരക്ഷണം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി സംരക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഭരണകക്ഷി പാർട്ടിയുടെ ഉന്നതമായ പൊളിറ്റിക്കൽ ബോഡിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സംരക്ഷണം. ജയിലിൽ പോയ ആള് ഇതിൽ കൂടുതൽ എന്താ സംരക്ഷിക്കാനുള്ളത്? ജയിലിൽ പോയ ആൾക്ക് പോലീസിന് ആഭ്യന്തര വകുപ്പിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? ഇപ്പോഴും ഭരണകക്ഷി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യ പാർട്ടി അയാളെ ചേർത്ത് കാര്യങ്ങൾ വ്യക്തമല്ലേ? ഞാൻ പറയാം. താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാ. എന്റെ അടുത്ത് വേണ്ട. ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താ? അയ്യപ്പന്റെ പണം അപഹരിച്ച ആളുകളെ ഇപ്പോഴും പാർട്ടിയുടെ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുകയും രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് കാണിച്ച ആളുകളെ പാർട്ടിയുടെ പേരാണ് CPIM എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് പറയുമ്പോ അദ്ദേഹം ഇപ്പോഴും നിങ്ങളുടെ നേതാവാണെന്നേ. അതല്ലേ സംരക്ഷണം? അദ്ദേഹത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്നേ. ഒരു രാഷ്ട്രീയമായ What do you mean by political protection? നിങ്ങൾ സംസാരിച്ചപ്പോ മിസ്റ്റർ സംസാരിക്കാൻ അനുവദിക്കാതെ അതൊന്നും വേണ്ട. സുരേഷ് കയ്യൂക്ക് കാണിക്കണ്ട. സുരേഷ് മിണ്ടാതിരിക്കണോ? ഈ പാർട്ടി അതെ, ഞാനൊരു കാര്യം പറയാം. ഈ കട്ടൊരാളെ ഇപ്പോഴും രാഷ്ട്രീയമായി സ്വർണം പോലും ഇപ്പോഴും അവർ സുരേഷിന്റെ പാർട്ടി നിങ്ങൾക്കാണ് മറുപടിയില്ലാത്തത്. നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി വീണ്ടും പരിശോധനയ്ക്ക് അയക്കാൻ പോകുന്നു. അതായത് മൂന്നാമതും പരിശോധനയിലേക്ക് കടക്കുന്നു. ഇനി 3 പേർ കൂടി അറസ്റ്റിലാവുമെന്ന് കേൾക്കുന്നു. വരും ദിവസങ്ങളും നിർണായകമാണ്. നമുക്ക് കാത്തിരിക്കാം ആരാണ് ഇനി അറസ്റ്റിലാവുന്നതെന്ന്. Debate with Smriti Parathikkad.